السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൻ നഈമിൽ ഇതിലേറെ സന്തോഷകരമായി നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നീണ്ട ഒരു ആമുഖമോ അല്ലെങ്കിൽ ഒരു ഭാഷാലങ്കാര ഭംഗിയോ ഇല്ലാതെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറ എന്ന വിഷയത്തിലോട്ട് ഈ വിനീതൻ പ്രവേശിക്കട്ടെ. 14 സംവത്സരങ്ങൾക്ക് മുമ്പ് ദിക്കേതാണെന്നറിയാത്ത ദിശയറിയാത്ത ഒരു സമൂഹത്തിലേക്ക്, ഇരുചക്ര വാഹനത്തിന്റെ മേല് പലക വെച്ചടിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സമൂഹത്തിലേക്ക് ദിശാബോധനത്തിന്റെ പടപ്പാട്ടുമായി കടന്നു വന്നു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആധുനിക ലോകത്തിലെ സമൂഹത്തോട് മ്യൂസിക്കിന്റെ അനർവികരമായ ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന വിഭാഗത്തോട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഫലാ യതദബ്ബറൂനൽ ഖുർആൻ ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവിക ലോകത്തെ മുഴുവനും വിളിക്കുകയാ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, എന്തേ നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിൽ ചിന്തിക്കാത്തത്? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അല്ലാഹു വല്ല പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയതെങ്കിൽ ഗഹന ലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ പടപ്പാട്ടുമായി 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അല്ലാഹു വല്ല ഖുർആനിനെ ഇറക്കിയതെങ്കിൽ അതിലെത്രയോ വ്യത്യാസങ്ങൾ, എത്രയോ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു. ആധുനികതയുടെ ബൈബിളിന്റെ അവസ്ഥ എന്താ? മത്തായിയുടെ ബൈബിളിൽ പറയുന്നത് ലൂക്കോസിന്റെ ബൈബിളിൽ നേരെ വ്യതിയാനമാണെങ്കിൽ, സഹോദര അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അത്തരത്തിലുള്ള വ്യതിയാനങ്ങളില്ല, വ്യത്യാസങ്ങളില്ല. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. അല്ലാഹു ആണ് പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയത്. സർവ്വലോകത്തിന്റെ അഖിലാധിപതിയും അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തിന്റെ സംരക്ഷകനുമായ അല്ലാഹു ആണ് പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയത്. ഗഗന ലോകത്ത് നിന്ന് കൊണ്ടുവന്നതാരാ? മുഖറബുൽ അംലാഖ് ജിബ്രീൽ, മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് 7 വയസ്സായ സമയത്ത് യാതൊരുവിധ ദോഷത്തിന്റെ കറയുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മലക്ക് വന്ന് ശുദ്ധീകരിച്ചു വെച്ച ഹൃദയമുണ്ടെങ്കിൽ അതിലേക്കാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എത്തിയത്. ഈ കാണുന്ന താരാപഥങ്ങള്, നബൂലകള്, സോളാർ സിസ്റ്റം, ഗാലക്സികൾ സർവ്വതും തകർന്ന് തരിപ്പണമാകുന്നത് വരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ നിലനിൽക്കുന്നതാ. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ.
ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ യാതൊരു വ്യത്യാസവുമില്ലാതെ നിലനിൽക്കുന്നതോ. ആ ഖുർആനിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. വരാനിരിക്കുന്ന ലോകവും കഴിഞ്ഞുപോയ ലോകവും അതിനപ്പുറമുള്ള ലോകവും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലുണ്ട്. വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ മുഴുവനും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിക്കുകയാ. ഇതൊരു വേടന്റെ വാക്യമാണെങ്കിൽ ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ. ഇതൊരു വേടന്റെ വാക്യമാണെങ്കിൽ അതിന് പകരം വെക്കാവുന്ന ഒരു ഖുർആൻ അല്ലെങ്കിൽ അതിന് പകരം വെക്കാവുന്ന ഒരു ആയത്ത് ഇനി അതിനും കഴിയുന്നെങ്കിൽ മുദ്ഹാമ്മത്താൻ, കേവലം 10-15 വചനങ്ങളുള്ള അക്ഷരങ്ങളുള്ള ഒരു ആയത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? കഴിഞ്ഞില്ല, ഒരാൾക്കും കഴിഞ്ഞില്ല. അവിടെയാണ് ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറയാകുന്നത്. അതിലില്ലാത്ത ലോകമില്ല, അതിലില്ലാത്ത സംസ്കാരങ്ങളില്ല, അതിലില്ലാത്ത ചരിത്രങ്ങളില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ തണലിലൂടെ നടന്ന് സ്വർഗം പുൽകുവാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.